തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ കാഴ്ചകൾ മുകളിലിരുന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഡബിൾ ഡെക്കർ ബസ്സാകാമോ? ഈ ഒരു ആലോചന തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ അങ്ങോട്ട് ഏതു വിധത്തിൽ ശരിയാകും എന്ന് ധാരണയുണ്ടായിരുന്നില്ല. തൃശ്ശൂരിന് മാത്രം ഡബിൾ ഡെക്കർ ബസ്സില്ല, തിരുവനന്തപുരത്ത് ഡബിൾ ഡെക്കർ ബസ് നല്ല രസമാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ. വൈകുന്നേരങ്ങളിലെ സവാരിക്കൊക്കെ ഭയങ്കര രസകരമാണ്. എറണാകുളത്ത് പിന്നെ ഡബിൾ ഡെക്കർ ബസ് വന്നു. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് തൃശ്ശൂരിന് മാത്രമായിട്ടൊരു ഡബിൾ ഡെക്കർ ബസ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. തൃശ്ശൂരിനൊരു ഡബിൾ ഡെക്കർ ബസ്സാകുമ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് നഗരം ചുറ്റി വരാം. ഇനി മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷനുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും നമുക്ക് ആവശ്യമായ വിധത്തിൽ ഉപയോഗിക്കാൻ കൂടി കഴിയും. അങ്ങനെ ഒരു ബസ്സിൻ്റെ ആവശ്യം വന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അത് കാണിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകി. മന്ത്രി ഉടനടി തന്നെ ഒരു ബസ് സ്വന്തമായി KSRTC തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ച് ഒരു പുതിയ ബസ് തന്നെ KSRTC മേടിച്ച് ഇന്ന് അതിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൻ്റെ മുമ്പിൽ വെച്ച് ആദരണീയനായിട്ടുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഇനി തൃശ്ശൂരിന് സ്വന്തമായി ഒരു ഡബിൾ ഡെക്കർ ബസ്സായി. പൂരവും ആഘോഷങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആകാശത്തിലിരുന്ന് തൃശ്ശൂരിനെ കാണാൻ, മുകളിലിരുന്ന് തൃശ്ശൂരിനെ കണ്ട് യാത്ര ചെയ്യാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ആവേശമാണ്. ഇന്ന് 4 മണി മുതൽ ആ ആശ സാധ്യമാവുകയാണ്. മുഴുവൻ ആളുകളെയും ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്രയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുക.